ഈ ധനത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നൊന്ന് ചിന്തിക്കുക. നമ്മളിപ്പോ കേരളത്തിൽ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ കേട്ടോ, കേരളത്തിലല്ല, ഔട്ട് ഓഫ് കേരള ആയാലും ശരി, ഔട്ട് ഓഫ് ഇന്ത്യ ആയാലും ശരി, ഇന്ന് നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുള്ള സജ്ജീകരണങ്ങൾ, നമ്മൾ പലരും പല വിധത്തിൽ രാഷ്ട്രീയക്കാരെ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചിലത് വിമർശിക്കാം, പരാമർശിക്കാം. പക്ഷെ അവർ പല വിധത്തിലായിട്ട് ഘട്ടം ഘട്ടമായി ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇന്നിപ്പോ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ തൃശ്ശൂരാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് തിരൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി വരുന്ന ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ട്രെയിനിൽ പോവാം, അതല്ലെങ്കിൽ ബസ്സിന് പോവാം, അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബൈക്കിന് പോവാം. നമ്മുടെ സ്വന്തം ബൈക്കിനൊപ്പം ഞാൻ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ചുരുങ്ങിയത് അതിൽ ഇന്നത്തെ പെട്രോളിന്റെ വിനിമയ നിരക്ക് പ്രകാരം ഏകദേശം ഒരു 100-200-150 രൂപയുടെ പെട്രോൾ മാത്രം ചിലവും. പക്ഷെ അവിടെ അത് മാത്രമല്ല, ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. ഡിപ്രിസിയേഷൻ വരുന്നതുകൊണ്ട് നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ സ്വന്തം വണ്ടി കൊണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യം ഇല്ല. കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ബസ് കിട്ടും. ഒന്നുകിൽ ബസ്സിന് പോകും, അതല്ലെങ്കിൽ ട്രെയിൻ പോകും. ബസ്സിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 100 രൂപയുടെ ഉള്ളിലേ വരുന്നുള്ളൂ. ട്രെയിനിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും 100 രൂപയുടെ ഉള്ളിലേ വരുന്നു. പക്ഷെ സ്വന്തം വാഹനം അത് 4 ചക്രാണെങ്കിൽ കുറച്ച് കൂടും, ഈ 2 ചക്രാണെങ്കിൽ കുറച്ച് കുറയും. പക്ഷെ റിസ്ക് ഉണ്ട്. ഈ സ്വന്തം വാഹനം കൊണ്ടുപോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവന്റെ പണിയെടുക്കണം, നമ്മൾ തന്നെ പണിയെടുക്കണം. പക്ഷെ നമുക്ക് ഇത് എങ്ങനെയൊക്കെ പണിയെടുക്കാനായാലും ഈ രണ്ടോ മൂന്നോ മാർഗമുണ്ട്. ഈ മാർഗത്തിലേക്ക് വേണ്ട ഇനി താഴത്തേക്ക് ചിന്തിക്കണം. എത്ര കോടി രൂപയുടെ റോഡാണ്, എത്ര കോടി രൂപയുടെ റെയിലാണ് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വേണ്ടി, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട്, അപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി സന്നിധാനം ചെയ്തു വെച്ചിട്ട്, അതായത് അവര് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഈ സംഭവത്തെ നമ്മളൊരു കാരണവശാലും മറക്കാൻ പാടില്ല. അപ്പൊ നമ്മള് ഗവൺമെന്റിനെ വിമർശിക്കാം, പരാമർശിക്കാം. അത് പലർക്കും പല രീതിയിലാണ്. ഇപ്പൊ RSS ആണെങ്കിലും BJP വേറെ, മറ്റേത് വേറെ, LDF, UDF, ഇവർക്കൊക്കെ വിമർശിക്കാം. അപ്പൊ പല കാലഘട്ടങ്ങളിലായിട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ, രാഷ്ട്രീയ പ്രവർത്തകർ ഭരണത്തിൽ ചെയ്യുമ്പോഴും ഇന്നും അന്നും എന്നും പല വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ നമ്മുടെ നാടുകളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കേരളത്തിലായാലും ശരി, വിവിധ സംസ്ഥാനങ്ങളിലായാലും ശരി. പക്ഷെ ഇതേ സംഭവം തന്നെ നമ്മൾ നോർത്ത് ഭാഗത്ത് പല സ്ഥലങ്ങളിലും കൃത്യമായി ചെയ്തു വെച്ചിട്ടില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ അടുത്ത് ഒരു ന്യൂസിൽ കണ്ടു. ഒരു ജീപ്പില് എത്രയോ അധികം ആളുകൾ, 60 ചില്ലാൻ ആളുകൾ യാത്ര ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ സംവിധാനങ്ങൾ അവർ ചെയ്തു വെച്ചില്ല. അവരവിടെ സംവിധാനങ്ങൾ ചെയ്തു വെക്കാതിരിക്കാനുള്ള കാരണം എന്താ? അവിടുന്ന് കൃത്യമായിട്ടുള്ള ടാക്സ് അവർക്ക്, ഈ രാഷ്ട്രീയക്കാർക്ക് അവരുടെ ഖജനാവിലേക്ക് കിട്ടിയിട്ടില്ല. നമ്മളെന്താന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടുള്ള ടാക്സ്, അത് അറിഞ്ഞോ അറിയാതെയോ ആയിട്ടാണെങ്കിൽ പോലും ഇവിടെ ചെയ്തു വെക്കുന്നുണ്ട്. അതിന്റെ ഒരു അനന്തരഫലമാണ് ഇവിടെ ഈ വക സൗകര്യങ്ങൾ മുഴുവൻ ഗവൺമെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓരോരോ MLA-മാരുടെ ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ കൊടുത്തതാണ്. അവരത് കൃത്യമായിട്ട് നമുക്ക് തന്നെ തിരിച്ചു തന്നിട്ടുണ്ട്.